സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അത് മുഴുവനും മര്യാദകളാണ്. ജീവിതത്തിൽ പാലിക്കേണ്ട ആദാബുകൾ പാലിക്കണേനാണ് തസവ്വുഫ് എന്ന് പറയാം. അപ്പൊ ആ ആത്മീയതയുടെ ഭാഗമായ നല്ല പെരുമാറ്റവും അദബും നമ്മൾ ശീലിക്കുമ്പോഴാണ് നമ്മളും സംസ്കൃതരായിത്തീരുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ പെരുമാറണം? ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നു. നിസ്കാരം യഥാർത്ഥത്തിൽ അള്ളാഹുവുമായുള്ള മുനാജാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരികമായി തന്നെ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിയപ്പോൾ അവിടുത്തെ അനുയായികൾക്ക് അള്ളാഹുവുമായി സംഭാഷണം നടത്താൻ അവിടുന്ന് കൊടുത്ത സമ്മാനാണല്ലോ നിസ്കാരം. അപ്പൊ അള്ളാഹുവുമായി നമ്മൾ അഭിമുഖം സംസാരിക്കുകയാണ് നിസ്കാരത്തിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത വേറെ ആരോടും സംബോധന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. നബിതങ്ങളോട് സംസാരിക്കാം, സംസാരിച്ചിട്ടില്ലെങ്കിൽ ചിലയിടത്ത് നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അത് അള്ളയും റസൂലും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തുമ്മി അയാൾ അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ അയാൾക്ക് പറയൽ സുന്നത്തുണ്ട്. നിസ്കാരത്തിലാണെങ്കിലും ഫാത്തിഹന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ മുവാലാത്ത് മുറിയും, പിന്നെ തൽക്കെന്ന് ഓതണം. എന്നാൽ നിസ്കാരത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് യർഹമുക്കല്ലാ എന്ന് അയാളെ സംബോധന ചെയ്ത് പറഞ്ഞാൽ അയാളെ നിസ്കാരം ബാത്തിലായി പോകും. യർഹമുക്കല്ലാ, നിനക്കല്ല കരുണ ചെയ്യട്ടെ എന്നാണ്. അതേസമയത്ത് യർഹമുഹുല്ലാ, അയാൾക്കല്ല കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവൂല. കാരണം ഒന്ന്, നമ്മൾ അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പടപ്പിനോട് സംസാരിച്ചാൽ അതൊരു അപമര്യാദയാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കാരം ബാത്തിലാവും. യർഹമുഹു എന്ന് പറയുമ്പം പിന്നെ അയാളോട് നേരിട്ടല്ല, അയാൾക്കല്ല കരുണ ചെയ്യട്ടെ നമ്മൾ ദ്വാരക്കാൻ നിസ്കാരത്തിലാണ്, നിസ്കാരം ബാത്തിലാവൊന്നുമില്ല പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ സംബോധന ചെയ്ത് തന്നെ പറയേണ്ട സ്ഥലമുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ അവിടത്തേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അത് പറഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരം ബാത്തില്ല. അത് നബി തങ്ങളുടെ അസാധാരണത്വമാണ്. കാരണം അള്ളാഹനെ നമുക്ക് പറഞ്ഞെന്നും പരിചയപ്പെടുത്തിയൊക്കെ ഈ നബിയാണ്. ആ നബി മുഖേനല്ലാതെ അള്ളാഹുലേക്ക് നമ്മൾ എത്തൂല. അതേപോലെ ആ മുനാജാത്തില് നമ്മളിങ്ങനെ അഭിമുഖത്തിന് വരുമ്പം നമ്മൾ പാലിക്കേണ്ട ആദാബുകളുണ്ട്. അത് നമ്മൾ പാലിച്ചിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല വസ്ത്രം ധരിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. നമ്മളൊരാളെ കാണാൻ പോകുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പം പരമാവധി നല്ലത് എടുത്തിട്ടല്ലേ പോവാ. നമ്മളും അങ്ങനെ തന്നെയാണ്. പള്ളിയിലൊക്കെ എല്ലാവരും വന്ന് നല്ല വൃത്തിയിലും വെടിപ്പിലും നല്ല വസ്ത്രം ധരിച്ചിട്ടുമാണ്. അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അള്ളാഹു പറയുന്നുണ്ട്, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നിസ്കാര സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളെ എടുത്തണിയുക. സൗന്ദര്യബോധത്തോടുകൂടി നിങ്ങൾ നിസ്കാരത്തിന് വരിക. അത് പള്ളിയിൽ മാത്രം പോരാ, നമ്മളെ വീട്ടിലും നമ്മളത് പാലിക്കാൻ ശീലിക്കണം. അവിടെ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയത്. പൊരേന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റേ ഒരു പുള്ളിത്തുണി ഉണ്ട് നമ്മളെടുത്ത്, അതില് ശ്രീലങ്കയുടെ ഭൂപടം മുതൽ ഓസ്ട്രേലിയന്റെ വരെ ഉണ്ട്. അതെടുത്തിട്ട് വരും. ചിലപ്പോ കുപ്പായം തന്നെ ഇടൂല, ചൂടാന്ന് പറഞ്ഞു, തലയും മറക്കൂല. ഇങ്ങനെ നമ്മൾ പടച്ചോന്റെ മുമ്പിൽ നിൽക്കരുത്. അത് അദബ് കേടാണ്. നല്ല ചൂടൊക്കെ ആവുമ്പോ നമുക്ക് അഫവ് ഉണ്ടെങ്കിലും നമ്മൾ അദബിന് മുൻഗണന കൊടുക്കണം. വീട്ടിലാണെങ്കിലും വേറെ ആരും കാണാനില്ലെങ്കിലും പരിപൂർണ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ വളരണം. അതാണ് തസവ്വുഫ്, അതാണ് ആത്മജ്ഞാനികളുടെ രീതി. അദബുള്ളവരുടെ, മര്യാദയുള്ളവരുടെ പെരുമാറ്റ രീതി അതാണ്. ഇത് പടച്ചവന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധം നമുക്കുണ്ടാകുക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും പടപ്പുകൾ നമ്മളെ വിളിച്ചാൽ പ്രാർത്ഥന പാതി വഴിയിലിട്ട് പടപ്പുകളോട് സംസാരിക്കാൻ പോകരുത്. നമ്മളിങ്ങനെ ദ്വാരക്കാൻ ദ്വാരന്നോണ്ടിരിക്കുമ്പോഴാണ് മൊബൈൽ ക്ലീന്ന്
നമ്മളെന്ത് ചെയ്യും? ചിലപ്പം ദ്വാ അവിടെ ഇട്ട് മൊബൈലെടുത്ത് വർത്താനം പറയണം. വെറുതെയാണ്. ആ ദ്വാക്ക് യാതൊരു ഇജാബത്തിനും അർഹതല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്ന് SI സംസാരിക്കണേന്റെ അടുക്ക് ഫോൺ വന്നാൽ നമ്മൾ എടുക്കും ഇല്ല. ചിലപ്പോൾ ആളോട് പെരട്ടിക്ക് കിട്ടുകയും ചെയ്യും. അത് പേടിച്ചിട്ട് നമ്മൾ എടുക്കൂല. എന്നാ പടച്ചോനോട് ദ്വാരക്കണേന്റെ അടുക്ക് നമ്മൾ ഫോൺ എടുക്കുക. നമ്മൾ പൊരയില് ദ്വാ സംഘടിപ്പിച്ചാണ്. വാപ്പ ഹജ്ജിന് പോവാണ്, അല്ലെങ്കിൽ ഉമ്മ ഉംറക്ക് പോവാണ്, നമ്മൾ ഗൾഫ് പോവാണ്. അതിനു വേണ്ടി തങ്ങൾ വന്നാണ്, ഉസ്താദ് വന്നാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ദ്വാരക്കണേന്റെ ഇടയിൽ അതാ നമ്മളെ അയലക്കാരൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അതിഥി ആ ദ്വാന്റെ മജ്ലിസിലേക്ക് കയറി വന്നാൽ നമ്മളൊക്കെ ചെയ്യണ ശീലം എന്താ? അവിടെ ഇട്ട് ദ്വാ. ഇങ്ങോട്ട് പോയി അയാളെ കൈപിടിച്ച് സ്വീകരിച്ച് ഇരുത്തി വെള്ളം കൊടുത്ത് ചായ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ ചിലപ്പോൾ ദ്വാ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ തീരാൻ നേരത്ത് വന്നിട്ട് നമ്മളതിൽ കൂടിയിട്ടുണ്ടാവും. ഈ ദ്വാക്ക് ഇജാബത്ത് കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് അർഹത ഉണ്ടോ? ഈ വരുന്ന ആൾക്ക് അറിയാലോ നമ്മൾ ദ്വാലാണ്. അപ്പൊ അയാൾ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞിട്ട് പോയി കയ്യോ കൊടുത്ത് ചായയും വെള്ളമൊക്കെ കൊടുത്താൽ മതി. നമ്മൾ അള്ളാഹുവോടൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യരുത്? അത് ശ്രദ്ധ തിരിച്ചിട്ട് പടപ്പുകളോട് വർത്താനം പറയാൻ പോയാൽ ആ ദ്വാക്ക് യാതൊരു അർഹതയില്ല സ്വീകാര്യത കിട്ടാൻ. അത് മര്യാദക്കേടാണ്. നമ്മളൊക്കെ അറിയാതെ ചെയ്യുന്ന സംഗതിയാണിത്. ഇതുപോലെ നമ്മൾ ദുആ മജ്ലിസുകളുടെ സംഘാടകരാകാറുണ്ട്. പലപ്പോഴും സംഘാടകർ മാത്രമാകുകയും അതിൽ ലയിച്ചു ചേരാൻ സാധിക്കാതെ പോവുകയും ചെയ്യാറുണ്ട്. 27-ാം രാവിലെ മഅ്ദിനിൽ പോകും, 25-ാം രാവിലെ മർക്കസിൽ പോകും, 29-ാം രാവിലെ ഇവിടെയും വരും. ഇവിടെ അങ്ങനെ ഉണ്ടാല് അവിടൊക്കെ വരും. നമ്മള് ഉസ്താദൊക്കെ ദ്വാരക്കാന്ന് പറഞ്ഞാൽ ഉസ്താദിന് വേഗം കണ്ണിന്ന് വെള്ളം ചാടുന്ന ആളാണ്. അപ്പൊ ഞമ്മളൊക്കെ എന്താ ചെയ്യുക? എന്റെ കയ്യിൽ ഈ സാധനം ഉണ്ടാവുമല്ലോ എപ്പോഴും, ഞാൻ അത് മെല്ലെ ഇങ്ങോട്ട് എടുത്ത് ഓണാക്കി അങ്ങനെ പിടിക്കും. കാരണം ഉസ്താദ് ആ കരയണത് എടുത്തിട്ട് എന്റെ ഭാര്യക്ക് ഇട്ട് കൊടുക്കട്ടെ, അല്ല എന്റെ നാട്ടിലെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യട്ടെ. ഞാൻ ഈ ദ്വായില് മനസ്സുകൊണ്ട് ലയിച്ച് ചേരുന്നില്ല. ഇത് പിടിച്ച് മറ്റോൻ ഇട്ട് കൊടുക്കണ തിരക്കിലാണ്. മിക്ക ആളുകളും അങ്ങനെയാണ്. നമ്മളെ അള്ളാഹിന്റെ മുമ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്, ഓർമ്മ വേണം. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ്. ആ അദബില്ലാതെ നമ്മൾ പെരുമാറിപ്പോകരുത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പരിശുദ്ധ കഅബയിൽ ചൊല്ലുന്നു. വിശുദ്ധ കഅബയുടെ പരിസരത്ത് ഒരു വിശ്വാസി എത്തിയാൽ എന്താണ് അവന്റെ മനോഗതം? അള്ളാഹുവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലാണ് ഞാനുള്ളത്, ഞാനൊന്നും കയ്യിലില്ലാത്തവനാണ്, ആകെ 2 കഷ്ണം തുണിയാണ് എന്റെ ശരീരത്തിലുള്ളത്. എന്നിട്ടതാ റബ്ബിന്റെ കൊട്ടാരത്തിന്റെ പരിസരത്ത് അവന്റെ റഹ്മത്തിന്റെ നോട്ടം എന്നിലേക്കുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ കഅബം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും മിക്ക ആളുകളുടെയും കയ്യിൽ ക്യാമറകളാണ്, മൊബൈലുകളാണ്. ഓരോ തവാഫും ലൈവായി ഇങ്ങനെ വിടാം. ഇത് പടച്ചോന്റെ അടുത്താണെന്നുള്ള യാതൊരു ബോധവുമില്ല. ഈ അദബില്ലായ്മയാണ് നമ്മളെല്ലാ നാശത്തിന്റെയും കാരണം. നമുക്ക് അള്ളാഹുവിനോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവരാണ്. നമ്മളുടെ കൽബ് ആ സമയത്ത് ഏതോ സ്ഥലങ്ങളിലാണ്. നിസ്കാരത്തിൽ പോലും അങ്ങനെയല്ലേ? നമ്മൾ ഇവിടെയാണെങ്കിലും ഹൃദയം കൊടൈക്കനാലിൽ, അതല്ലെങ്കിൽ കടപ്പുറത്ത്, വേറെ ഏതെങ്കിലും കളി ഗ്രൗണ്ടിലാണ് നമ്മളെ കൽബുള്ളത്. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ലിൽ ഉഖൂബതി. മനസ്സ് കൂടെയില്ലാതെ നിസ്കരിക്കുന്നത് പലപ്പോഴും കൂലി കിട്ടുന്നതിന് പകരം കുറ്റം പേറാൻ കാരണമായി പോകും. അള്ളാഹു നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. പടച്ചോനോടുള്ള ആദബും